2020 നിങ്ങൾ പുതിയൊരു ക്യാമറ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ചാനലിൽ ഏറ്റവും നല്ല ഓപ്ഷൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിറർലെസ് ക്യാമറാസ് ആണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു എൻട്രി ലെവൽ DSLR ക്യാമറ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതല്ല നിങ്ങൾ അവിടെ നിന്നും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് മിറർലെസ് ക്യാമറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ തന്നെ ക്രോപ്പ് സെൻസർ ലൈനപ്പിലെ ഏറ്റവും മികച്ച ഒരു മിറർലെസ് ക്യാമറയായ സോണി a6400ൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സോണി a6400. ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മൾ പൊളിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. നമുക്ക് ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് സോണി a6400 അതുപോലെ തന്നെ 2 year വാറൻറ്റി. അതിനിടയിൽ നമുക്കൊരു 64 GB മെമ്മറി കാർഡും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് ഇതിന് MRP പ്രൈസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്ക് കിട്ടിയിട്ടുള്ള 2 അവാർഡാണ്. അതായത് ഒരെണ്ണം EISA അവാർഡും, അതായത് ബെസ്റ്റ് ഫോട്ടോ വീഡിയോ ക്യാമറ, അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൊഡക്റ്റും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് TIPA വേൾഡ് അവാർഡ്സ്. ഇതെന്താ അവാർഡെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ 2 അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അതിന് അടിപൊളി ക്യാമറയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പിന്നെ നമ്മളത് സൈഡിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇങ്ങോട്ട് തിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറയുടെ ഒരു പിക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ആ കിറ്റ് ലെൻസിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സോണിയുടെ കൂടെ വരുന്നത് മൗണ്ടാണ്, ഇലക്ട്രോണിക് മൗണ്ടാണ് വരുന്നത്. നമ്മളിനി സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ ആക്സസറീസ് ആണ് നമുക്ക് ആക്ച്വലി ഈ ക്യാമറയുടെ കൂടെ കിട്ടുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള അനുസരിച്ച് നമുക്കൊരു AC അഡാപ്റ്റർ, റീചാർജബിൾ ബാറ്ററി, മൈക്രോ USB കേബിള്, ഷോൾഡർ സ്ട്രാപ്പ്, ഐപീസ്, പിന്നെ ഒരു സൂം ലെൻസാണ് കിട്ടുന്നത്. നമ്മളിനി നമ്മുടെ ബോക്സ് ഇങ്ങോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് ഒരു APS-C സൈസ് സെൻസറാണ്, 24.2 മെഗാപിക്സൽ സെൻസറാണ് നമുക്ക് ഈ ക്യാമറയ്ക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ISO റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 100 to 32,000 ആണ് ഇവിടെ ISO റേഞ്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളിതൊരു ഫാസ്റ്റ് ക്യാമറയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് ബേസ്റ്റ് മോഡിൽ നമുക്ക് 11 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഈ ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളിത് സൈലൻറ്റ് മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആക്ച്വലി 8 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് കിട്ടുന്നത്. പിന്നെ വരുന്നത് ഫേസ് ഡിറ്റക്ഷൻ ആണ്. അതായത് 425 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഈ ക്യാമറയ്ക്കില്ല. അതായത് നമ്മുടെ ഈ ക്യാമറയിൽ നമ്മൾ വൈഡായിട്ടാണ് ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ ഏതൊരു കോർണറിൽ ഒബ്ജക്റ്റ് വന്നാലും നമുക്ക് ആക്ച്വലി ആ ഒരു സബ്ജക്റ്റ് ഫോക്കസിലായിരിക്കും. അതുകൊണ്ടാണ് അതിന് വേണ്ടിയാണ് നമുക്ക് ഇത്രയധികം ഫേസ് ഡിറ്റക്ഷൻ ഫോക്കസിങ് പോയിൻറ്റ്സ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിയൽ ടൈം ഓട്ടോ ഫോക്കസ്. അതായത് നമ്മുടെ സോണി ക്യാമറാസിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഒരു ഓട്ടോ ഫോക്കസിങ് ഇതാണ് ഓട്ടോ ഫോക്കസ്. അതായത് നമ്മളൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മോഡലിൻ്റെ പ്രോപ്പർലി ഫോക്കസ് ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓട്ടോ ഫോക്കസ്. നമുക്ക് സോണി a6400 നമുക്ക് ഓട്ടോ ഫോക്കസ് വീഡിയോ മോഡിൽ അവൈലബിൾ അല്ല, നമുക്കത് ഫോട്ടോയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ a6600 എന്ന് പറഞ്ഞൊരു മോഡലിൽ നമുക്ക് ആക്ച്വലി വീഡിയോയിലും ഓട്ടോ ഫോക്കസ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് റിയൽ ടൈം ട്രാക്കിംഗ് ആണ്. അതായത് നമ്മളൊരു സബ്ജക്റ്റിന് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ആ ഒരു മൂവിങ് ഒബ്ജക്റ്റിന് നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്ത് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് സൈലൻറ്റ് ഷൂട്ടിംഗ് ആണ്. പിന്നെ വരുന്നത് ടച്ച് ഫോക്കസ്. അപ്പോൾ ഇത് ഈ ക്യാമറയ്ക്ക് നമുക്ക് ടച്ച് സ്ക്രീൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഇത് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വൈറ്റലായിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻസ് മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അതായത് നമ്മുടെ ടച്ച് ഷട്ടർ ഉണ്ടായിരിക്കും, ടച്ച് ഫോക്കസിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടച്ച് ട്രാക്കിങ്ങും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ബോക്സ് ഒന്ന് പൊളിച്ച് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ കത്തി ഒന്ന് എടുക്കാം. നമുക്ക് എവിടെയാണ് കത്തി എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. സെറ്റപ്പാണിത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കാനാ, യെസ്, ഇവിടെയാണ് ഗൈസ് നമ്മുടെ കത്തി ഇരിക്കുന്നത്. നമ്മളിത് അങ്ങോട്ട് മടക്കി, യെസ്, കത്തി കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ഒന്നും നോക്കണ്ട, പൊളിച്ചേക്കാം. സംഭവം പൊളിച്ച് നമ്മൾ ബോക്സ് അങ്ങോട്ട് മെല്ലെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് പേപ്പർ വർക്കാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആദ്യം കൊടുത്തിട്ടുള്ളത് ലെൻസസ് ആൻഡ് ആക്സസറീസ്, അതായത് നമുക്ക് ഈ ക്യാമറയായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലെൻസും കാര്യങ്ങളൊക്കെയാണ്.
പിന്നെ കുറച്ചും കൂടി പേപ്പർ വർക്കൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ഇത് ഏത് ഭാഷയാണെന്ന് എനിക്കറിയില്ല, ഇംഗ്ലീഷ് ഉണ്ട് ഇതിലെന്തായാലും. പിന്നെ വേറെ കുറച്ച് ഭാഷയിലൊക്കെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും ആസ് ഓഫ് നോ നല്ലത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ വാറൻറ്റി കാർഡാണ് പോകുന്നത്, അറിയില്ലെങ്കിൽ സാധനമുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 64 മെഗാ പിക്സലിൻ്റെ മെമ്മറി കാർഡാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയറും കൂടി നമ്മൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചാർജിങ് കേബിളും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാർജിങ് കേബിൾ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മളത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു അഡാപ്റ്റർ കിട്ടും. ഞാൻ ആക്ച്വലി ഇതിനൊക്കെ പാക്കറ്റ് പൊളിച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IP ആണ്, അതായത് ഈ ക്യാമറയുടെ IP നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ IP തടസ്സമായേക്കാം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ IP നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാം. പിന്നെ വരുന്നത് ഈ കിടിലൻ ആൽഫ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ സോണിയുടെ നല്ല അടിപൊളി ക്യാമറ സ്ട്രാപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ക്യാമറ ബാഗ് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, നമ്മുടെ ഈ ക്യാമറ ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു ക്യാമറ ബാഗാണ്, തീരെ ബൾക്കിയല്ല. നമുക്ക് ഒരു മെയിൻ പൗച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ ബാഗ്. അപ്പോൾ ക്യാമറ ബാഗ്, മെമ്മറി കാർഡ്, പിന്നെ അതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ മെയിൻ ഹീറോ. ഇതാണ് നമ്മുടെ ക്യാമറ. എന്ത് ടൈപ്പ് റാപ്പാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും നല്ല ഒരു റാപ്പാണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ ക്യാമറ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോണി A6400 ആണ്. നമുക്ക് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ക്യാമറയ്ക്കുള്ള, വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം സ്റ്റേഡിയാണ്. നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ഡയൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മാനുവൽ, ഷട്ടർ പ്രയോറിറ്റി, അപ്പർച്ചർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ അടിപൊളി ഫീച്ചറാണ് മെമ്മറി റീകോൾ എന്ന് പറയും. അതായത് നമ്മളൊരു സെറ്റിങ്ങിൽ ഈ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു മെമ്മറി റീകോൾ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് മെമ്മറി റീകോൾ 1 എന്നോ മെമ്മറി റീകോൾ 2 എന്നൊക്കെ പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു 4K 30 FPS നമ്മളൊരു സെറ്റിംഗ് കിട്ടും. അതുപോലെ തന്നെ 1080 120 FPS വേറൊരു സെറ്റിംഗ് കിട്ടും. നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ മെമ്മറി റീകോളിൽ പോയിട്ട് ആ ഒരു ഇതിലോട്ട് സ്വിച്ച് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ A6400 4K എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോണിയുടെ ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെൻസിനെ പറ്റി പറയാൻ വെച്ചാൽ ഇതൊരു 3.5 to 5.6 16-50 ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് വരുന്ന ഒരു കിറ്റ് ലെൻസാണ്. അപ്പോൾ അടിപൊളിയാണ് സംഭവം, നല്ല കിടു ലെൻസാണ്. പിന്നെ നമുക്കിതിൻ്റെ സൂമിങ് വരുന്നത് ക്ലിയർ സൂമാണ്. നമുക്ക് ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ലോസ്ലെസ് സൂം എന്ന് പറയും. അതായത് നമുക്ക് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി പോണ ഒരു സ്കീം നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മുടെ ലെൻസ്. ഇവിടെ ആയിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ അഡാപ്റ്റർ കണക്ഷൻ കാര്യങ്ങളാണ്. നമുക്കൊരു USB പോർട്ട് ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാനും. അതുപോലെ തന്നെ പിന്നെ ഒരു HDMI പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കാണ് ഇവിടെ വരുന്നത്. അതായത് ഹെഡ്ഫോൺ നമുക്ക് കുത്തി നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ ഐ ക്യാപ്പ് വരുന്നത്. നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പീസ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഇങ്ങനെ വെക്കാനുള്ളൊരു ഇങ്ങനെയാണ് വെക്കാം. ഓക്കെ, നമുക്കത് പിന്നെ വയ്ക്കാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനാണ് ഗൈസ്. അതായത് നമുക്ക് ഈ സ്ക്രീൻ അങ്ങോട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 180 നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്കപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് നമ്മളെ ക്ലിയർ ആയിട്ട് കാണാം, നമ്മുടെ ഫ്രെയിമിങ് ശരിയാണെന്ന് നോക്കാം. അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാമറ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് പക്ഷേ ഹാൻഡ്സ് ഓൺ നമുക്ക് ഇത്രേ പറ്റത്തുള്ളൂ, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തു, നമ്മുടെ ലെൻസ് ക്യാപ്പ് റിമൂവ് ചെയ്തു. കൊള്ളാമല്ലോ ലെൻസ്, കാണാൻ നല്ല ഭംഗിയാണ്, ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ടല്ലേ അത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഇതിലിങ്ങനെ നമ്മുടെ അലൈൻഡ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഗ്രാഫ് പോലെ സെൻറ്ററിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് ഒരു രക്ഷയില്ല. നമ്മളെവിടെയാണ് നമ്മുടെ സബ്ജക്റ്റ് കൊണ്ടുവയ്ക്കുന്നത് നമ്മളത് അവിടെ കറക്റ്റ് ഫോക്കസാണ്. കൈ ഫോക്കസിലായി. അത്രയും നല്ല ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ് നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെനു സിസ്റ്റം അങ്ങനെ കുറേ ബട്ടൺസും കാണാനൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു കസ്റ്റം ഓട്ടോ ഫോക്കസ് മാനുവൽ ഫോക്കസ് ചേഞ്ച് ചെയ്യാനാണ് തോന്നുന്നു.
പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കുറച്ച് കസ്റ്റം ബട്ടൺസ് ഉണ്ട്. C2 എന്ന് പറഞ്ഞ് കാണാനുണ്ട്, C1. അപ്പോൾ 2 കസ്റ്റം ബട്ടൺസാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസ് എന്നൊക്കെ പറയാനായിട്ട്. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി ഈ ക്യാമറ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ കംപ്ലീറ്റ് റിവ്യൂവും അതുപോലെ തന്നെ ഞാൻ ഈ ക്യാമറയുടെ കൂടെ യൂസ് ചെയ്യുന്ന ലെൻസസും ആക്സസറീസും ഇതിനെല്ലാം പറ്റി ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിൽ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് കാണണം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പ്ലീസ്.